ഹായ് ജംബു ഹോസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. നമ്മൾ VLSM സബ്മിറ്റിംഗ് ചെയ്തിട്ട് അതിൻ്റെ ലാബിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ലാബിലെ പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ ഓൾറെഡി പാർട്ട് 1ൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡിങ് സ്റ്റോപ്പായി പോയി. ഞാനത് അതിൽ ബാക്കിയുള്ളതിനൊക്കെ IP കൊടുത്തതാണ്. ഞാനതിൻ്റെ ലാബ് ഒന്ന് കാണിച്ചു തരാം. ഇതിലിപ്പോൾ റൗട്ടർ 1 ഇല്ലേ, 1ന് നമ്മുടെ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ റൗട്ടർ 1ന് IP കൊടുക്കുന്നത് മാത്രമേ നമ്മുടെ വീഡിയോയിലുള്ളൂ. ഞാൻ റൗട്ടർ 2നും 3നും 4നും IP ഒക്കെ കൊടുത്തതാണ്. ഈ 4 ഡിപ്പാർട്ട്മെന്റിന് IP കൊടുത്തതാണ് റൂട്ടറുകൾക്ക്. പക്ഷെ അത് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തുടർച്ചയായിട്ട് 2, 3, 4നും IP കൊടുക്കുന്നതും പിന്നെ ഇതിലേതെങ്കിലും റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഇതോടുകൂടി നമ്മുടെ VLSM എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നേരെ നമ്മുടെ ലാബ്, ഇന്നലത്തെ ലാബ് ഇപ്പം IT ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതാണ്. IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഫസ്റ്റ് ഇത് 192, 168, 10.1നും 10.62നും ഇടയിൽ വരുന്ന IP കളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ PC-കൾക്ക് 10.1 കൊടുത്തു. അതേപോലെ തന്നെ ഈ PC-ക്ക് 10.2 ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഗേറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഏതാണ്? 10.62, 192, 168, 10.62 എന്നുള്ളതാണ് ഗേറ്റ് വേ റൂട്ടറിൻ്റെ IP. ഈ റൂട്ടറിൻ്റെ IP ആണ് രണ്ട് PC-കളുടെയും ഗേറ്റ് വേ ആയിട്ടുള്ളത്, അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നോക്കാം. ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് 65നും 94നും ഇടയിൽ വരുന്ന IP അഡ്രസ് ആണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നത്. 65നും 94നും ഇടയിൽ വരുന്നത്. അപ്പൊ ഞാൻ 65ഉം 66ഉം ഓൾറെഡി PC-കൾക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൂട്ടറിന് കൊടുക്കേണ്ട IP, നമ്മുടെ റൂട്ടറിനെ ആ ലാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ റൂട്ടറിന്റെ ജിഗാബിറ്റ് 0/0ക്ക് കൊടുക്കേണ്ട IP ഞാൻ പറഞ്ഞു, സാധാരണയായിട്ട് നമ്മൾ LVH ആണ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് ആണ് ചെയ്യാറുള്ളത്. ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റിൽ എന്താണ്? നമുക്കിവിടെ ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് ഏതാണെന്ന് നോക്കാം. ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 94 അപ്പൊ നമ്മൾ 94, 192, 168, 10.94 എന്നുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലാനുമായിട്ട് കണക്ട് ചെയ്ത റൂട്ടറിന് കൊടുക്കാം. ഗേറ്റ് വേ എത്ര വരിക? ഗേറ്റ് വേ അല്ല, സബ്നെറ്റ് മാസ്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് സബ്നെറ്റ് മാസ്ക് 224 അപ്പൊ നമുക്ക് 10.94 അതിന് കൊടുക്കാം. അപ്പോൾ ഈ റൂട്ടിൽ കയറി എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഹോസ്റ്റ് നെയിം സെയിൽസ് എന്നിട്ടു പേരൊക്കെ ഒന്ന് മാറ്റി. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 192, 168, 10.94 സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. നോ സ്പേസ് ഷട്ട് ഡൗൺ സേവ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന IP 192, 168, 10.94 എന്നുള്ളതാണ്. ഗേറ്റ് വേ എത്രയാണ്? അപ്പോൾ ഈ രണ്ട് PC-കളുടെ ഗേറ്റ് വേ 10.94 ആണ്. അപ്പോൾ 10.94 ഞാൻ ഇതിന് കൊടുത്തു. ഇതിന് ഞാൻ 10.94 കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെ ഓൾറെഡി ഗേറ്റ് വേ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാൻ എന്നിട്ട് ഇന്ന് നിങ്ങൾക്ക് ലാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ 3 റൂട്ടർ എടുത്തിട്ട് ഇതിൻ്റെ ലാനിൻ്റെ IP കളഞ്ഞിട്ട്, ലാൻ്റെ IP അതിൻ്റെ സ്റ്റാർട്ടപ്പ് മെമ്മറി ഇല്ലേ, എറൈസ് സ്റ്റാർട്ടപ്പ് കോൺഫിഗ് എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് അതിലുള്ള എല്ലാം ഞാൻ റിമൂവ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിന് കൊടുക്കാം. മൂന്നാമത്തെ റൂട്ടറിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റിയേക്കാം നമുക്ക്. കോൺഫിഗർ ടെർമിനൽ ഹോസ്റ്റ് നെയിം നമുക്ക് അക്കൗണ്ട്സ് എന്ന് കൊടുത്തു. IP കൊടുക്കാം. ഏത് IP-യാ? നമുക്ക് മൂന്നാമത്തെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 97നും 110നും ഇടയിൽ വരുന്ന IP 110 കൊടുക്കേണ്ടത്, അല്ലേ? സബ്നെറ്റ് മാസ്ക് 240, LVH 110 അല്ലേ? അപ്പോൾ 240 സബ്നെറ്റ് മാസ്കും കൊടുക്കാം. IP ഇന്റർഫേസ് ജിഗാബിറ്റ് 0/0 ആയിട്ട് തന്നെ അല്ലേ? 0/0 IP സ്പേസ് അഡ്രസ് 192, 168, 10.110 സബ്നെറ്റ് മാസ്ക് നോ സ്പേസ് ഷട്ട് ഡൗൺ സേവ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഗേറ്റ് വേ 110 ഓൾറെഡി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ റൂട്ടറിന് കൊടുക്കാം. റൂട്ടറിൻ്റെ പേര് അഡ്മിൻ എന്നാണ്, അല്ലേ? സോറി, നോ എനേബിൾ
കോൺഫിഗർ ടെർമിനൽ ഇൻ ഹോസ്റ്റ് നെയിം ഒന്ന് മാറ്റിയേക്കാം, ഹോസ്റ്റ് നെയിം അഡ്മിൻ ആക്കാം. ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 192.168.10 എത്ര വരിക 10.118 അല്ലേ. LVH ബ്രോഡ്കാസ്റ്റ് 119, LVH 118, സബ്നെറ്റ് മാസ്ക് 248, 118 സബ്നെറ്റ് മാസ്ക്, നോ സ്പേസ്, ഷട്ട് ഡൗൺ. നമുക്കിനി ഇപ്പോൾ IP എടുത്തിട്ടുണ്ടോ നോക്കാം. IP അല്ല, ഗേറ്റ് വേ സെറ്റ് ചെയ്യാം. IP എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം, അത് ശരിയായിരിക്കും. 118. ഇപ്പോൾ ജസ്റ്റ് പാക്കറ്റ് ട്രേസറിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും IP എടുത്തിട്ടുണ്ടോ. ഇതാ ഫസ്റ്റ് ഇൻ്റർഫേസിന് ജിഗാബിറ്റ് 0/0ക്ക് IP എടുത്തിട്ടുണ്ട്. ഈ റൂട്ടറിൻ്റെ അതിനും IP എടുത്തിട്ടുണ്ട്. ഈ റൂട്ടറിനും IP എടുത്തിട്ടുണ്ട്. ഈ റൂട്ടറിനും IP എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 റൂട്ടറുകൾക്കും IP എടുത്തിട്ടുണ്ട്. ഇനി റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ വേണം. റൂട്ടറിനെ തമ്മിൽ ബന്ധിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ റൂട്ടറിനെ ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച് പറയാം. ഇവിടെ നമുക്ക് 4 റൂട്ടറാണ് മൊത്തത്തിലുള്ളത് അല്ലേ. ഇപ്പോൾ ഓരോ ഇതാണ്. ഇപ്പോൾ 4 റൂട്ടറാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇതൊരു റൂട്ടർ, ഇത് അടുത്ത റൂട്ടർ, ഇത് അടുത്ത റൂട്ടർ, ഇത് അടുത്ത റൂട്ടർ. റൂട്ടറിനെ ബന്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ പോയി ഇങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ റൂട്ടറിനെ ഇവിടെ ബന്ധിപ്പിക്കാൻ ഇവിടെ നമുക്കൊരു ലാൻ വരും. ലാനല്ല, വാൻ എന്ന് വിളിക്കുക. വാൻ കണക്ഷനല്ലേ, റൂട്ടർ ടു റൂട്ടർ. ഇവിടെ വേറൊരു വാന്, ഇവിടെ വേറൊരു വാന്. ഈ വാനിൽ ഇപ്പോൾ ഇതൊരു വാൻ 1, ഇത് വാൻ 2, ഇത് വാൻ 3. ഈ വാനിൽ നമുക്കിവിടെ എത്ര IP ശരിക്കും ആവശ്യമുള്ളൂ? ആകെ നമുക്കിവിടെ 2 IP ആവശ്യമുള്ളൂ. ഇവിടെ ഒരു IPയും ഇവിടെ ഒരു IPയും. ഇപ്പോൾ 2 IP. ഇവിടെ ശരിക്കും നമുക്ക് എത്ര IP ആവശ്യമുണ്ട്? 2 IP. ഇവിടെ എത്ര IP ആവശ്യമുണ്ട്? 2 IP. നമുക്കിത് VLSM ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ടേബിൾ ഉണ്ടാക്കാം. നമുക്ക് 3 നെറ്റ്വർക്ക് അല്ലേ വേണ്ടത്. നമ്പർ ഓഫ് നെറ്റ്വർക്ക്, നമ്പർ ഓഫ് ഹോസ്റ്റ്, ബ്ലോക്ക് സൈസ്, സബ്നെറ്റ് മാസ്ക്, CADR 1, 2, 3. 2 IP വീതമാണ് വേണ്ടത്. ബ്ലോക്ക് സൈസ് എത്ര എടുത്താൽ മതി? അപ്പോൾ 4 എടുത്താൽ മതി. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 252 വരിക. CADR വാല്യൂ എത്ര വരിക? 30 കൊണ്ട് ചെയ്താൽ കേട്ടോ കിട്ടുക. 30 കൊണ്ട് ചെയ്താലാണ് ബ്ലോക്ക് സൈസ് 4 വരിക. ഗിവൺ IP ഇതാന്ന് വിചാരിക്കുക, 192.168.20.0. അപ്പോൾ ഒന്നാമത്തെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് ID എത്ര വരിക? 192.168 168.20.0. പിന്നെ 192.168.20.1, 192.168.20.2. അതിൻ്റെ ബ്രോഡ്കാസ്റ്റ് 192.168.20.3 വരും. അടുത്ത നെറ്റ്വർക്ക് എവിടെ നിന്ന് തുടങ്ങുക? 192.168.20.4 തുടങ്ങും. FEH 192.168.20.5, 192.168.20.6, 192.168.20.7. അപ്പോൾ 5ഉം 6ഉം രണ്ടാമത്തെ ലാനിന്. ഇതിന് 5ഉം കൊടുക്കാം, ഇതിന് 6ഉം കൊടുക്കാം, ഇതിന് 1ഉം കൊടുക്കാം, ഇതിന് 2ഉം കൊടുക്കാം. അടുത്ത നെറ്റ്വർക്ക് ഏതാ വരിക? അടുത്ത നെറ്റ്വർക്ക് 8 സ്റ്റാർട്ട് ചെയ്യും അല്ലേ. 192.168.20.8, FEH 192.168.20.9, അടുത്ത് 192.168.20.10, 192.168.20.11 ഇങ്ങനെ വരിക. എന്താ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ ചെയ്യണം. അപ്പോൾ റൂട്ടർ ടു റൂട്ടർ സെപ്പറേറ്റ് നെറ്റ്വർക്ക് അല്ലേ. അവിടെ നമുക്ക് റൂട്ടർ ടു റൂട്ടർ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആകെ അവിടെ 2 IP ആവശ്യമുള്ളൂ.
ഒന്ന് റൂട്ടറിന്റെ ഒരു എൻഡിലും ഒന്ന് ഈ റൂട്ടറിന്റെ എൻഡിലും. അപ്പൊ അവിടെ നമുക്ക് ആകെ 2 IP ആവശ്യമുള്ളൂ. ഇവിടെയും നമുക്ക് 2 IP ആവശ്യമുള്ളൂ, ഇവിടെയും നമുക്ക് 2 IP ഉള്ളൂ. 2 IP നമുക്ക് കിട്ടുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാല് ഇതാണ്. ബ്ലോക്ക് സൈസ് 4 എടുത്താലാണ് നമുക്ക് 2 IP കിട്ടുക. പിന്നെ ബ്ലോക്ക് സൈസ് 8 എടുത്താൽ നമുക്ക് 6 IP കിട്ടും. ബ്ലോക്ക് സൈസ് 16 എടുത്താൽ നമുക്ക് 14 IP കിട്ടും. അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് സൈസ് 4 എടുത്താൽ നമുക്ക് 2 IP കിട്ടും. അപ്പൊ ബ്ലോക്ക് സൈസ് 2 എടുത്തു, VLSM ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള IP ഇതാണ്. അങ്ങനെ 3 നെറ്റ്വർക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ 3 നെറ്റ്വർക്ക് എഴുതി, എത്ര പീസുകൾ വേണമെന്ന് എഴുതി, എത്ര ഹോസ്റ്റ് വേണമെന്ന് എഴുതി, ബ്ലോക്ക് സൈസ് എഴുതി, സബ്നെറ്റ് മാസ്ക് എഴുതി, CADR വാല്യൂ എഴുതി, അതുകൊണ്ട് 3 നെറ്റ്വർക്ക് ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ ഇവിടെ 2 IP ഉപയോഗമുള്ളൂ, 21 22. അത് 2 റൂട്ടറിന്റെ ഒരു റൂട്ടറിന്റെ എൻഡിലും അടുത്ത റൂട്ടറിന്റെ എൻഡിലും കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായി, കംപ്ലീറ്റ് ആയി. ഇനി റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ നോക്കാം നമുക്ക്. റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ ചെയ്യാൻ ആദ്യം റൂട്ടറിൽ സീരിയൽ പോർട്ട് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓൾറെഡി റൂട്ടറിന് സീരിയൽ പോർട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ കേബിൾ ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി അല്ലേ. കേബിൾ എടുക്കാം, റൂട്ടർ ടു റൂട്ടർ, സീരിയൽ 0/0 നിന്ന് ഇവിടെ സീരിയൽ 0/0 ഇവിടെ സീരിയൽ 0/0/1 നിന്ന് ഇതിൻ്റെ ഇതിലോട്ട് കൊടുത്തു, 0/0 നിന്ന് 0/0 കൊടുത്തു. ഇപ്പോൾ എല്ലാ റൂട്ടറുകൾക്കും നമ്മളിനി IP സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്ന IP എത്രയാണ്, 192.168.20.1. സബ്നെറ്റ് മാസ്കോ 3.255 252. ഇവിടെയോ 192.168.20.2. സബ്നെറ്റ് മാസ്ക് ഇത്. ഇനി ഇവിടെയോ 192.168.20.5. സബ്നെറ്റ് മാസ്ക് 3.255 252. ഇവിടെ 192.168.20.6 252. ഇവിടെ 192.168.20.9. ഇവിടെ 3.255 252. ഇവിടെ 192.168.20.10 3.255 252. ഓക്കെ, 9 10. ഇങ്ങനെയാണ് 3 നെറ്റ്വർക്ക് അല്ലേ. അപ്പോൾ ഇവിടെ 3 നെറ്റ്വർക്ക് എന്ത് ചെയ്യാണ്, ഞാൻ IP കൊടുക്കുകയാണ്. ഓരോ നെറ്റ്വർക്കുകൾക്കും IP കൊടുക്കാം, അല്ല ഓരോ ഇന്റർഫേസുകൾക്കും IP കൊടുക്കാം. ഫസ്റ്റ് റൂട്ടറിൽ കയറി enable configure terminal interface serial 0/0/0 IP space address 192.168.20.1. സബ്നെറ്റ് മാസ്ക് കൊടുത്തു, ക്ലോക്ക് റേറ്റ് 64,000, നോ സ്പേസ്, ഷട്ട് ഡൗൺ, സേവ് ചെയ്തു. ഇനി ഈ റൂട്ടിൽ കയറാം, കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് സീരിയൽ 0/0/0. ഇപ്പുറത്തൊരു ഫസ്റ്റ് IT ഡിപ്പാർട്ട്മെന്റ് റൂട്ടിലുള്ള ലാനിനാണ് അല്ല വാനിനാണ് IP കൊടുക്കുന്നത്. അപ്പോൾ IP സ്പേസ് അഡ്രസ് 192.168.20.2. അതിൻ്റെ സബ്നെറ്റ് മാസ്ക് കൊടുത്തു, നോ സ്പേസ്, ഷട്ട് ഡൗൺ, കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് സീരിയൽ 0/0/1 അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിനുള്ളിലോട്ട് IP സ്പേസ് അഡ്രസ് 192.168.20.5. സബ്നെറ്റ് മാസ്ക് കൊടുത്തു, ക്ലോക്ക് റേറ്റ് 64,000 കൊടുത്തു, നോ സ്പേസ്, ഷട്ട് ഡൗൺ, സേവ് ചെയ്തു. കോൺഫിഗർ ടെർമിനൽ, അപ്പോൾ അതിന് 2 ഇന്റർഫേസുകൾക്ക് API എന്ന് വിചാരിക്കണം. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ 2 ഇന്റർഫേസിന് IP കണ്ടോ, 30 എന്ന് പറഞ്ഞു വന്ന് കിടക്കുന്നുണ്ടോ. 30 എന്ന് പറഞ്ഞാൽ 252, 30 കൊണ്ടാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി ഇതിന് കൊടുക്കാം, കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് സീരിയൽ 0/0/, ഇതേത് സീരിയലാ, ഇന്റർഫേസ് സീരിയൽ 0/0/1. IP സ്പേസ് അഡ്രസ് 192.168.20.6. സബ്നെറ്റ് മാസ്ക് കൊടുത്തു, നോ സ്പേസ്, ഷട്ട് ഡൗൺ, അവിടെ ക്ലോക്ക് റേറ്റിൻ്റെ ആവശ്യമില്ല. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് സീരിയൽ 0/0/0. IP സ്പേസ് അഡ്രസ് 192.168.20.9.
നോ സ്പേസ് ഷട്ട് ഡൗൺ. ക്ലോക്ക് റേറ്റ് കൊടുക്കാൻ മറന്നു അല്ലേ? അപ്പോൾ കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0 ക്ലോക്ക് റേറ്റ് കൊടുത്തു. ഇനി നോ സ്പേസ് ഷട്ട് ഡൗണിൻ്റെ ആവശ്യമില്ല, നേരത്തെ അടിച്ചിരുന്നു. അപ്പോൾ അതിനും IP കൊടുത്തു. ഇവിടെ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 ഇൻ്റർഫേസുകൾക്കും ഓൾറെഡി താഴത്തോട്ടുള്ള ജിഗാബിറ്റിന് IP കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മറ്റ് 2 എണ്ണത്തിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് റൂട്ടറിന് കൊടുക്കാം. കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് സീരിയൽ 0 IP സ്പേസ് അഡ്രസ് 192.168.20.10. നോ സ്പേസ് ഷട്ട് ഡൗൺ. ഇപ്പം എല്ലാത്തിനും IP കൊടുത്തു. എല്ലാ റൂട്ടുകൾക്കും IP സെറ്റ് ചെയ്തു. ഇങ്ങനെയാണ് IP സെറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൽ റൂട്ടിങ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്നാലുള്ള എനിക്ക് അതൊന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ. ഇപ്പം ഞാൻ എടുക്കുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ഉറപ്പിലാണ് ഞാനിങ്ങനെ പോണത്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ കാണുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾ ഇടുന്ന കമൻറ്റുകളൊക്കെ നോക്കാറുള്ളതാണ്. അപ്പോൾ നമുക്കിനി റൂട്ടിങ് ചെയ്യാം. ഞാനിതിൽ EIGRP ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റൂട്ടിൽ കയറി കോൺഫിഗർ ടെർമിനൽ ഇൻ്റർഫേസ് റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് താഴത്തോട്ടുള്ള നെറ്റ്വർക്ക്. ഫസ്റ്റ് ഈ താഴത്തോട്ടുള്ള നെറ്റ്വർക്ക് ഏതാണ്? IT ഡിപ്പാർട്ട്മെന്റിന്റെ നെറ്റ്വർക്ക് ID 192.168.10 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 192.168.10 സ്പേസ് സബ്നെറ്റ് മാസ്കിന് പകരം വൈൽഡ് കാർഡ് മാസ്ക് കൊടുക്കുക. അപ്പോൾ സബ്നെറ്റ് മാസ്ക് എത്ര വരും? അതിൻ്റെ 192 അല്ലേ? അവിടെ ശ്രദ്ധിക്കണം. 255 വരുന്നിടത്ത് എന്താകും? 0 ആവും. ഇപ്പോൾ 255ൻ്റെ ആദ്യത്തെ 255 0, രണ്ടാമത്തെ 255 0, പിന്നെയുള്ള 255 0, പിന്നെ വരുന്ന 192. അതിൻ്റെ വൈൽഡ് കാർഡ് മാസ്ക് എത്ര വരിക? അവിടെയാണ് നമ്മൾ അറിയാനുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് വൈൽഡ് കാർഡ് മാസ്ക് എഴുതുകയെന്ന്. ഇപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഒരു സബ്നെറ്റ് മാസ്ക് ഇതാണെന്ന് വിചാരിക്കുക. 255.000. ഇതിൻ്റെ വൈൽഡ് കാർഡ് എത്രയാ? 0, 255 അല്ലെങ്കിൽ 255.00. വൈൽഡ് കാർഡ് എത്രയാ? 0, 0, 255, 255 വരുന്നിടത്ത് 0 ഇടും, 0 വരുന്നിടത്ത് 255 വരും. ക്ലാസ് C ആവുമ്പോൾ 3 255 സബ്നെറ്റ് മാസ്ക്. 0, 0, 0, 255. ഇവിടെ സബ്നെറ്റ് ചെയ്തിട്ടുണ്ട് 255, 255, 255, 192 അല്ലെങ്കിൽ 255, 255, 255, 128 അല്ലെങ്കിൽ 255, 255, 255, 240 അല്ലെങ്കിൽ 255, 255, 255, 248. ഇതിൻ്റെയൊക്കെ വൈൽഡ് കാർഡ് എത്ര വരിക? 255 വരുന്നിടത്ത് 0, അടുത്ത 250 0, അടുത്ത 250 0, 192. വൈൽഡ് കാർഡ് മാസ്ക് എങ്ങനെ കണ്ടുപിടിക്കുക? വൈൽഡ് കാർഡ് മാസ്ക് കാണാൻ 255 നിന്ന് സബ്നെറ്റ് മാസ്ക് കുറയ്ക്കുകയാണ്. അപ്പോൾ 255 നിന്ന് നമ്മുടെ സബ്നെറ്റ് മാസ്ക് ഇവിടെ എത്രയാ? 192. അപ്പോൾ 192 കുറച്ച് 63. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വൈൽഡ് കാർഡ് മാസ്ക്. ഇവിടെയോ 0, 0, 0, 255 128 കുറച്ചാൽ 127. ഇവിടെയോ 0, 0, 0, 255 നിന്ന് 240 കുറച്ചാൽ എത്ര കിട്ടുക? 15. ഇവിടെയോ 0, 0, 0, എത്ര കിട്ടുക? 7. ഇതാണ് വൈൽഡ് കാർഡ് മാസ്ക് അല്ലേ? അപ്പോൾ വൈൽഡ് കാർഡ് മാസ്ക് അല്ലേ അവിടെ കൊടുക്കേണ്ടത്? അപ്പോൾ നമുക്ക് വൈൽഡ് കാർഡ് മാസ്ക് എത്ര വരിക? 0, 0, 0, 63. അടുത്തത് നെറ്റ്വർക്ക് വാനിൻ്റെ IP എത്രയാ? 20.0 അല്ലേ? 20.0 ആണ് ഈ നെറ്റ്വർക്ക്. വാൻ നെറ്റ്വർക്കിൻ്റെത് 20.0 ആണ്. എവിടെ? ഇത്
20.0 അല്ലേ? അപ്പോൾ അതിൻ്റെ ഇത് 192 168 20.0 സബ്നെറ്റ് മാസ്ക് 000 വൈൽഡ് കാർഡ് മാസ്ക് 0003. കാരണം 255 255 255 252 അല്ലേ? അപ്പൊ 255 വരുന്നിടത്ത് 0 കൊടുത്തു. 252 വരുന്നിടത്ത് 255 252 കുറച്ചാ 3 കിട്ടുക. ഇനി എന്ത് കൊടുക്കണം? നോ ഓട്ടോ സമ്മറി. സേവ് ചെയ്തു. അടുത്ത നെറ്റ്വർക്ക് ഇത്. കോൺഫിഗർ ടെർമിനൽ റൗട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 192 168. ഇവിടെ നമുക്ക് 2 വാൻ ഉണ്ട്. ഇവിടെ ഒരു വാനും ഇവിടെ ഒരു വാനും. അതിൽ വാനുകളുടെ IP ഒന്ന് 20.0 അടുത്തത് 20.4. അപ്പോൾ അത് രണ്ടും നമുക്ക് ആദ്യം കൊടുക്കാം. 20.0 0003. അടുത്തത് നെറ്റ്വർക്ക് സ്പേസ് 192 168 20.4 0003. ഇനി താഴത്തോട്ടൊരു ലാൻ ഉണ്ടല്ലോ. ലാൻ്റെ IP എത്രയാ? ലാൻ്റെ IP സെയിൽസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് അല്ലേ? 1064. സബ്നെറ്റ് മാസ്ക് 224 അല്ലേ? അപ്പോൾ 224 സബ്നെറ്റ് മാസ്ക്. നെറ്റ്വർക്ക് സ്പേസ് 192 168 1064 000 224 വരുമ്പോൾ 31. നോ ഓട്ടോ സമ്മറി. കാരണം ഈ 31 എങ്ങനെ വന്നേ? 255 നിന്ന് 224 കുറച്ചു. അപ്പോൾ ആ റൂട്ടറിനും നമ്മൾ IP കൊടുത്തു, അല്ല റൗട്ടിങ് ചെയ്തു. ഇനി ഈ റൂട്ടർ കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് അല്ലല്ലോ അല്ലേ? റൂട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 192 168 20.4. ഇപ്പുറത്തെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള റൂട്ടറിൻ്റെ നെറ്റ്വർക്ക് ID അതിലോട്ട് കണക്ട് ചെയ്തത് ഇതാ ഈ ഒരു കണക്ഷൻ ഇതിൻ്റെ. അപ്പോൾ രണ്ടാമത്തെ നെറ്റ് 20.4 അല്ലേ? പിന്നുള്ളത് 20.8 അത് രണ്ടും കൊടുക്കാം. ആദ്യം 20.4 0003 നെറ്റ്വർക്ക് സ്പേസ് 192 168 20.8 0003 എൻ്റർ. നെറ്റ്വർക്ക് സ്പേസ് താഴത്തെ ലാന്, താഴത്തോട്ടുള്ള ലാൻ ഏതാണ്? 96 അല്ലേ? 96. അപ്പോൾ 192 168 20.96 20 അല്ല 10 അല്ലേ? 10.96 000 255 255 255 240 എന്ന് പറയുമ്പോൾ 15 അല്ലേ? വൈൽഡ് കാർഡ് മാസ്ക് 15. ഇപ്പോൾ 3 കൊടുത്തു. നോ ഓട്ടോ സമ്മറി. സേവ് ചെയ്തു. ഇനി ലാസ്റ്റ് റൂട്ടറിൽ പോവാം. കോൺഫിഗർ ടെർമിനൽ ഇന്റർഫേസ് ജിഗാബിറ്റ് ഇന്റർഫേസ് അല്ലല്ലോ അല്ലേ? റൂട്ടർ EIGRP 100 നെറ്റ്വർക്ക് സ്പേസ് 192 168 20.8 വൈൽഡ് കാർഡ് മാസ്ക് 0003 നെറ്റ്വർക്ക് സ്പേസ് 192 168 10. താഴത്തോട്ടുള്ള ലാൻഡ് IP എത്രയാ? 10 112. സബ്നെറ്റ് മാസ്ക് 248. അപ്പോൾ 7 വരും. 10 112 7 112 0007. നോ ഓട്ടോ സമ്മറി. സേവ് ചെയ്തു. അപ്പം എല്ലാത്തിനും IP ഒക്കെ സെറ്റ് ചെയ്തു. ഇനി എല്ലാം തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഈ ഒരു PC 10.1 നിന്ന് നമുക്ക് 10.113 പിങ് ആവുന്നുണ്ടോ നോക്കാം. പിങ് സ്പേസ് 192 168 10.113 113 പിങ് ആവുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോക്കാം. ഇത് എത്രയാ? 10.97 10.97 പിങ് ആവുന്നുണ്ടോ നോക്കാം. ഇപ്പം എല്ലാത്തിലോട്ടും പിങ് ആവും. ഇപ്പോൾ ഇവിടുന്ന് എല്ലാത്തിലോട്ടും പിങ് ആവും. ഞാൻ വെറുതെ പിങ് ചെയ്തിട്ട് സമയം കളയുന്നില്ല. ഇപ്പം എല്ലാം തമ്മിൽ നിങ്ങൾ പിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തമ്മിൽ കണക്റ്റായി. ഇപ്പോൾ നമ്മുടെ ഫുൾ നെറ്റ്വർക്കായി. ഇപ്പോൾ ഇവിടെ ആകെ നമ്മൾ റൂട്ടറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വയർ IP എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ലാനുകളെ 4 ലാനിന് വേണ്ടിയിട്ട് നമ്മളൊരു IP എടുത്തിട്ടുണ്ട്. ഇങ്ങനെ IP അഡ്രസ്സിൻ്റെ ഇനി നമുക്കിവിടെ ബാലൻസ് IP ഉണ്ട്.
നമുക്കിവിടെ 119 ശേഷം നമുക്ക് വരുന്ന 120 മുതലുള്ള IP കൾ ഉണ്ടല്ലോ, 120. അടുത്ത നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ശരിക്കും ഇപ്പൊ ഇത് അവസാനിക്കുന്ന 119 അപ്പൊ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുക 192, 168, 10, 120 എന്നാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ വരുന്ന ഒരു IP അഡ്രസ്, ഇനിയും ബാലൻസ് ഉള്ള 120 മുതൽ 255 വരെയുള്ള IP കൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ഓഫീസിൽ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് VLSM ലാബ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതോടെ കൂടിയിട്ട് നമ്മുടെ സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ വിടുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ CCNA മറ്റ് ആക്സസ് ലിസ്റ്റ് പോലുള്ള ക്ലാസ്സുകളിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ CCNA പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ അവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ക്ലൗഡിന്റെ ക്ലാസ് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിലൂടെ ആരംഭിക്കുന്നതായിരിക്കും. ക്ലൗഡ് തുടങ്ങാനുണ്ട്, നമുക്ക് സർവർ തുടങ്ങാനുണ്ട്, മൈക്രോസോഫ്റ്റിന്റെ സർവർ തുടങ്ങാനുണ്ട്, അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് തുടങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് ആക്സസ് ലിസ്റ്റുമായിട്ട് നമുക്ക് കാണാം.